हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്നും 42, 43 തന്നെ. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ പരർദ്ധീഃ പരമസ്പുഷ്ട സ്പഷ്ട തുഷ്ടഃ പുഷ്ടഃശുഭേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോനയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. ഇന്നത്തെ നാമം 393 ശുഭേക്ഷണ. ശുഭേക്ഷണ എന്ന് വെച്ചാൽ ശുഭപ്രദായമായ കടാക്ഷമുള്ളവൻ എന്നർത്ഥം. ശുഭ ഈക്ഷണ, ഈക്ഷണ മീൻസ് കടാക്ഷം. ശുഭ ഈക്ഷണമുള്ളവൻ, ശുഭം പ്രദായനം ചെയ്യുന്ന കടാക്ഷങ്ങളുള്ളവൻ. ഭഗവാന്റെ ഒരു നോക്ക്, ഒരു കടാക്ഷം സർവ ശുഭങ്ങളും മംഗളങ്ങളും നൽകുന്ന പറയാം. കാരുണ്യാകുല നേത്രം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു ചെറുതായിട്ടുള്ളൊരു കള്ളനോട്ടം മതി ഭഗവാന്റെ. എന്തിനും എന്ത് പരിഹരിക്കാനും അത് മതി. ഐഹിക സുഖ ഇച്ഛയ്ക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് അത് കിട്ടും, ആ നോട്ടുണ്ടെങ്കിൽ. ജ്ഞാനികൾക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം മോക്ഷം നൽകണു. പാപം നശിപ്പിച്ച് സദ്വൃത്തരാക്കുന്നു ഭക്തജനങ്ങളെ. രോഗം ബാധിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാക്കുന്നു. എന്താണോ നമ്മുടെ പ്രാർത്ഥന, ധാർമ്മികമായിട്ടുള്ള പ്രാർത്ഥന, അത് ആ കടാക്ഷം കൊണ്ട് തീർക്കും എന്നാണ് പറയുന്നത്. അതിനാണല്ലോ 4 പെട്ടി വെച്ചിരിക്കണം അവിടെ. 4 തരത്തിലുള്ള ആൾക്കാരാണ് അർജുന എൻ്റെ അടുത്തേക്ക് വരുന്നത്. ചതുർവിധാം ഭജന്തേ മാം ജനാ സുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരദർഷഭ. 4 കൂട്ടം സുഹൃതികൾ എന്നെ സേവിക്കും അർജുന. ആരൊക്കെയാ? ആർത്തൻ, ജിജ്ഞാസു, കാര്യാർത്ഥി, ജ്ഞാനീയം പുരുഷർഷഭ. 4 തരത്തിലുള്ള ആൾക്കാർ. ആർത്തി ഉണ്ടാവും, വേദന കൊണ്ട് മാനസിക അസുഖങ്ങൾ ആയിട്ട്, മാനസിക വേദനകൾ, സംസാര ദുഃഖത്തിൽ നിന്നുള്ള വേദനകൾ നിർത്താൻ ആർത്തി. ജിജ്ഞാസു, എന്താണ് ഈ ഭഗവാന്റെ പരിപാടി എന്ന് അറിയാനുള്ളവർ. അർത്ഥാർത്ഥി, ധനത്തിന് വേണ്ടിയിട്ട്. ഇതാ മനസ്സിലായില്ലേ? ഐഹിക സുഖങ്ങളും ഇച്ഛിക്കുന്നവർക്കുള്ള അത്. ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനീച, ജ്ഞാനികൾ. അവർക്കൊക്കെ ഒരൊറ്റ കടാക്ഷം മാത്രമേ വേണ്ടൂ, അതെല്ലാം കൈവരിക്കുന്ന പറയണം. ഏതാ വേണ്ട വെച്ചാൽ അത് കൈവരിക്കുന്ന പറഞ്ഞത്. സർവാഭിഷ്ട സിദ്ധി ലഭിക്കും വിശ്വാസത്തോടു കൂടി ഭജിച്ചാൽ. അതൊരു സംശയമില്ല.
ഈ ഭഗവാന്റെ ദൃഷ്ടി അല്ലെങ്കിൽ ശുഭേക്ഷണ എന്നൊക്കെ പറയണത്, കാരുണ്യാകുല നേത്രം എന്നൊക്കെ പറയണത് ഭഗവാന്റെ ദൃഷ്ടി, ഭഗവാന്റെ കൃപ തന്നെയാണ്. ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ അത് കാരുണ്യമായിട്ട് മാറുള്ളൂ, കാരുണ്യാകുല നേത്രനാവുള്ളൂ, കാരുണ്യം കലർന്നിട്ടുള്ള നേത്രമാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഭഗവാന്റെ രൗദ്രനേത്രമല്ലല്ലോ വേണ്ടത്, കംസൻ്റെ നേർക്കുള്ള നേത്രമല്ലല്ലോ വേണ്ടത്, ശിശുപാലൻ്റെ നേർക്കുള്ള നേത്രമല്ലല്ലോ വേണ്ടത്, അല്ലേ? നമുക്ക് വേണ്ടത് കാരുണ്യാകുല നേത്രം, ആർദ്രഭാവത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ പുഞ്ചിരി, ആ കാരുണ്യമായിട്ടുള്ള പുഞ്ചിരി, അതാണ് നമുക്ക് വേണ്ടത്. ഭഗവാന്റെ സാത്വിക ഭാവം നമുക്ക് വേണ്ടത്. അപ്പം ഇവിടെ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന് ഭഗവാന്റെ ദൃഷ്ടി, ഒന്ന് ഭഗവാന്റെ കൃപ. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ ഉണ്ടാവും. അതാണ് ശുഭേക്ഷണ എന്ന് പറയാൻ കാരണം. പക്ഷെ ഭഗവാന്റെ ദൃഷ്ടി കിട്ടണമെങ്കിൽ കൃപയും വേണം. അല്ലേ പറഞ്ഞത്? ഭഗവാന്റെ ദൃഷ്ടിയും ഭഗവാന്റെ കൃപയും രണ്ടും ഭഗവാന്റെ അടുത്തുനിന്ന് വരേണ്ടതാണ്. അത് ദൃഷ്ടി ഉണ്ടെങ്കിൽ കൃപയുണ്ടാവും, കൃപ ഉണ്ടെങ്കിൽ ദൃഷ്ടി ഉണ്ടാവും. അണ്ടിയെ മൂത്തേ മാങ്ങ മൂത്തേ എന്നുള്ളൊരു പ്രശ്നമാണ്. ഭഗവാന്റെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ ദൃഷ്ടി കിട്ടും, അല്ലെങ്കിൽ ഭഗവാന്റെ ദൃഷ്ടി കിട്ടിക്കഴിഞ്ഞാൽ കൃപ കിട്ടും. ഇതിപ്പോൾ ഏതാ ആദ്യം മേടിക്കുക നമ്മൾ? ഏതാ ആദ്യം കിട്ടുക? ദൃഷ്ടി വേണമെന്ന് പറഞ്ഞാൽ ചോദിക്കും ഭഗവാന്റെ കൃപയുണ്ടോയെന്ന്, കൃപ വേണമെന്ന് പറഞ്ഞാൽ ചോദിക്കും ഭഗവാന്റെ ദൃഷ്ടി ഉണ്ടോയെന്ന്. ഇത് വലിയ ശല്യമായില്ലോ, ഇതിന് പോകേണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഏതാ മൂത്തേന്നാ? അണ്ടിയെ മൂത്ത മാങ്ങ മൂത്ത ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? അപ്പോൾ നമ്മൾ ഭഗവാന്റെ ദൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കണോ, ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി ശ്രമിക്കണോ? വലിയൊരു പ്രശ്നമല്ലേ ഇപ്പോൾ ഇത്? ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ദൃഷ്ടി വേണമെന്നാണോ പ്രാർത്ഥിക്കുക? അത് പ്രാർത്ഥിച്ചാൽ അതിനൊരു റിപ്ലൈ മെയിൽ വരും, പ്ലീസ് സബ്മിറ്റ് ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് യുവർ ഹാവിങ് കൃപ. എന്ത് ഡോക്യുമെൻ്റ് നമ്മൾ കൊടുക്കുക കൃപ ഉണ്ടെന്ന് കാണിക്കാൻ? അത് കഴിഞ്ഞ് ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വയ്ക്കുക. അപ്പോൾ ചോദിക്കും വേർ ഈസ് ഭഗവാൻസ് ദൃഷ്ടി എവിഡൻസ്, അതെവിടെ ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ രണ്ടും കിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ പറയണത്. അതിന് സംശയം വന്നൂടെ? അത് പേടിക്കണ്ട. ഈ ഇങ്ങനെയുള്ള ഘട്ടം തരണം ചെയ്ത പൂർവ്വസൂരികൾ, പഴയ ആളുകൾ, ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർക്ക്. ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി ശ്രമിക്കണോ, ഭഗവാന്റെ ദൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ കടന്നു പോയിട്ട് അവരതിന് തരണം ചെയ്ത് പോയിട്ടുണ്ട് ആൾക്കാർ. അവരുടെയൊക്കെ ബയോഗ്രഫി നമ്മുടെ അടുത്തുണ്ട്, പല പല പൂർവ്വസൂരികൾ, അല്ലേ? അവരെന്താ പറയണത് നമുക്ക് നോക്കാം. അവരെന്താ നമ്മളോട് പറയണത്? പൂന്താനം, എഴുത്തച്ഛൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പൂർവ്വസൂരികൾ. അവരൊക്കെ എന്താ നമ്മളോട് പറയണം? എങ്ങനെയാണ് അവരൊക്കെ തരണം ചെയ്തു പോയത്? ഈശ്വരാനുഗ്രഹവും ഈശ്വര കൃപയും ധാരാളം ധാരാളം ആവശ്യത്തിലധികം കിട്ടിയവരെ എന്താ പറയണത്? തുഞ്ചനും പൂന്താനും ഒക്കെ ഒരു എക്സാമ്പിളല്ലേ? അവരൊക്കെ ഈ തരണം കഴിഞ്ഞ് പോയവരല്ലേ? ഇത്രയ്ക്കോ ദുഃഖങ്ങൾ അനുഭവിച്ച് അവസാനം ഭഗവാന്റെ രണ്ടും സിദ്ധിച്ചവരവർ. അവർ പറയണത് നമുക്ക് വിശ്വാസമാണെങ്കിൽ നമുക്ക് അവർ പറയണത് എന്താണെന്ന് കേൾക്കാം. അവർ രണ്ടുപേരും പറയണത് നിങ്ങൾ കൃപയ്ക്ക് വേണ്ടിയിട്ടും പ്രയത്നിക്കേണ്ട, ദൃഷ്ടിക്ക് വേണ്ടിയിട്ടും പ്രയത്നിക്കേണ്ട. ഇതപ്പോൾ കേമായി, ഇതപ്പോൾ കേമായി. ദൃഷ്ടിയും കൃപയും രണ്ടും രണ്ടാണ്. ഒന്നുണ്ടെങ്കിൽ മറ്റത് കിട്ടുള്ളൂ, മറ്റൊന്നുണ്ടെങ്കിൽ ഇത് കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നത്തിൽ പെട്ടിട്ട് അണ്ടിയ മൂത്ത മാങ്ങിയ മൂത്ത എന്നുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ പൂന്താനത്തിൻ്റെ അടുത്തും തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇതാ അവർ പറയണു നിങ്ങളിത് രണ്ടും നോക്കണ്ടെന്ന്. പിന്നെ ഞാൻ എന്താ നോക്കുക? എനിക്ക് ആവശ്യം ഇത് രണ്ടും അല്ലേ? അവർ പറഞ്ഞു വേറൊരു പരിപാടിയുണ്ട്,
അത് ചെയ്താൽ മതി. അത് ശ്രദ്ധിച്ച് ചെയ്താൽ, നന്നായിട്ട് അത് ശീലിച്ചാൽ കിട്ടും രണ്ടിൻ്റെയും ഫലം. അത് ചെയ്താൽ രണ്ടിൻ്റെയും ഫലം കിട്ടുന്നവർ. അപ്പം ദൃഷ്ടിക്ക് ശ്രമിക്കണ്ട, ദൃഷ്ടിക്ക് പ്രാർത്ഥിക്കണ്ട, കൃപയ്ക്ക് പ്രാർത്ഥിക്കണ്ട. പിന്നെ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുക? ഒന്നിനും പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ ഒന്നിനും പ്രാർത്ഥിക്കണ്ട. എന്തിനെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഒന്നിനും പ്രാർത്ഥിക്കണ്ട, വെറുതെ പ്രാർത്ഥിച്ചാൽ മതി. വെറുതെ പ്രാർത്ഥിക്കുക. ജ്ഞാനപ്പാന പറഞ്ഞത് നിങ്ങളോട് ഞാൻ ചൊല്ലിത്തരണം. രണ്ടാമത് അറിയില്ലേ? ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം. നമ്മുടെ സിദ്ധകാലം കഴിയോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. അല്ലേ? എന്താ വേണ്ടപ്പോൾ? ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം. കൃപയ്ക്കും പോണ്ട, കടാക്ഷത്തിനും പോണ്ട, ഇതിന് പോയാൽ മതി. കാരണം കലികാലമാണ്. കലികാലത്ത് ഏക ഒറ്റമൂലിക ഈശ്വര സാക്ഷാത്കാരത്തിന് നാമജപമാണ്. എത്ര നാമങ്ങളുണ്ട് നമുക്ക് ജപിക്കാൻ? എത്ര നാമങ്ങൾ നമുക്ക് ജപിക്കാനുണ്ട്? ഏതെങ്കിലും ഒരു നാമം ജപിച്ചാൽ മതി. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം. നോക്കൂ, എന്തൊരു കൺസെഷനാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു നോക്കിയാൽ, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൺസെഷനൊന്നുമില്ല. എന്തെങ്കിലും ഭഗവാന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ടോ? ഉടനെ എന്താ പറയുക, സത്യയുഗത്തിലൊക്കെ ഉടനെ എന്താ പരിപാടി? രാജ്യവും കുട്ടികളെയും മക്കളെയൊക്കെ ഇട്ടിട്ട് തപസ്സിന് പോവുക. ഒരു 10,000 കൊല്ലം തപസ് ചെയ്യുക. അന്നത്തെ കാലവും വ്യത്യാസമുണ്ട്. 10,000 കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ഒരു 2 കൊല്ലം എന്ന് വിചാരിച്ചാൽ മതി. തപസ്സിന് പോവുക. അന്ന് തപസ്സാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപയോഗിച്ചിരുന്ന മീഡിയം. അന്ന് ആൾക്കാർക്കത് പറ്റിയിരുന്നു. അത് കഴിഞ്ഞ് യുഗം മാറിയപ്പോൾ, ത്രേതായുഗം വന്നപ്പോൾ തപസ്സൊന്നും വേണ്ട, യാഗവും യജ്ഞവും വല്ലതുമൊക്കെ കഴിച്ചാൽ മതി. അധികം ദിവസമല്ലല്ലോ, വേഗം കഴിയില്ലേ. 50 ഓവർ മാച്ചല്ലേ, 5 ഡേ മാച്ചൊന്നും ഇല്ലല്ലോ. യാഗം കഴിക്കണമെങ്കിൽ മാക്സിമം എന്ത് വരും? ഒരു മാസം വരും. അശ്വമേധയാഗം അതൊക്കെ കഴിക്കണമെങ്കിൽ. അപ്പോൾ യാഗങ്ങളും യജ്ഞങ്ങളും കഴിച്ചാൽ മതി, തപസ് വേണ്ട. അതുകൊണ്ടാണ് അശ്വമേധയാഗവും ആ യാഗവും യാഗമൊക്കെ ദ്വാപരയുഗത്തിൽ ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ അവിടെയൊക്കെ കഴിച്ചിരിക്കുന്നത്. കാരണം തപസ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അവർക്ക് ലൗകിക കാര്യങ്ങൾ നോക്കാനുള്ള പ്രശ്നങ്ങളായി, സംസാര പ്രശ്നങ്ങളായി, പോപ്പുലേഷൻ കൂടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കോമ്പറ്റീഷൻ ഇൻ ലൈഫ് ഹാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ സ്മൃതി പറഞ്ഞു അത് വേണ്ട. യുഗം മാറിയപ്പോൾ ആ യുഗത്തിൽ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ത്യാഗം, തപസ്സുകൊണ്ട് അവിടെ എന്ത് കിട്ടണോ ഇവിടെ നിങ്ങൾക്ക് ത്യാഗം കൊണ്ട്, എന്താ പറയുക, ജ്ഞാനം കൊണ്ട്, യാഗം കൊണ്ട് കിട്ടും, യജ്ഞങ്ങളെ കൊണ്ട് കിട്ടും. അത് യജ്ഞം ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ, പറ്റുന്നവർ. ആ യുഗവും മാറി, ദ്വാപരയുഗമായി. യാഗവും യജ്ഞമൊന്നും ചെയ്യാൻ സമയമില്ല. അടുത്തുള്ളവൻ എപ്പോഴാണ് തുരങ്കം വയ്ക്കാന്ന് അറിയില്ല. നമ്മുടെ നെയ്ബറൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പോകാൻ കത്തിക്കുകയാണ് വീട്ടിന് അടിവാരം കുത്താൻ. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് വിട്ടു പോകാൻ പറ്റുമൊന്നുമില്ല. സമയമില്ല യജ്ഞത്തിന് യാഗത്തിനൊന്നും. വേണ്ട, പൂജ നടത്തിക്കോളൂ. ഒരു സത്യനാരായണ പൂജ നടത്തു, ഒരു ലക്ഷ്മി പൂജ നടത്തു, ഒരു വരലക്ഷ്മി പൂജ നടത്തു. പൂജ മതി. ഒരു ചെറിയ ഗണപതി ഹോമം നടത്തു, ഒരു ഭഗവത് സേവ നടത്തു. അപ്പോൾ ആ സമയത്ത് ദ്വാപരയുഗത്തിലൊക്കെ പൂജകളായിരുന്നു ഈശ്വര സാക്ഷാത്കാരത്തിന്. കലികാലത്ത് എത്തിയപ്പോൾ മനുഷ്യന് അതിനും സമയമില്ല. ഒരു പൂജ കഴിക്കാൻ സമയമില്ല. കൊല്ലത്തിലൊരിക്കൽ ഒരു പൂജ വീട്ടിൽ കർക്കിടക മാസത്തിൽ കഴിക്കാൻ സമയമില്ല ആർക്കും. പോരെ? കേൾക്കണോ പുരാതി? എവിടെ സമയം ഒന്നും പറയണ്ട. ഭയങ്കര ബിസി, ലൈഫ് ഈസ് ബിസി. ഓക്കെ, അതും അംഗീകരിച്ചു. സ്മൃതിക്കാർ പറഞ്ഞു കലികാലത്തിൽ അതും വേണ്ട, വേറൊരു നാമം ചൊല്ലിയാൽ മതി. നാമത്തിന് അത്രയ്ക്ക് മഹിമയുണ്ട്.
എങ്ങനെ ചെല്ലണം നാമം അതും പറഞ്ഞിട്ടുണ്ട്. ഇതാ പറഞ്ഞിരിക്കണം. എത്ര കൺസെഷൻസാണ് നമുക്ക് തന്നിരിക്കണം ഭഗവാൻ. എന്നാലെങ്കിലും ഈ ചെക്കൻ നേരെയാവട്ടെ എന്ന് പറഞ്ഞിട്ട്. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം. 1000 സഹസ്രനാമം ചെല്ലണോ? വേണ്ട, ഒരെണ്ണം മതി. ഒരെണ്ണം ശ്രദ്ധ വെച്ച് ചെല്ലിയാൽ മതി. സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും, അറിഞ്ഞോ അറിയാണ്ടോ, വോളണ്ടറി ഓർ ഇൻവോളണ്ടറി, നോക്കൂ. ഇത് കൂടുതൽ എങ്ങനെ സൗകര്യങ്ങൾ കിട്ടാനാണ് നമുക്ക്? മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും, പരിഹസിച്ചിട്ടാണെങ്കിലും നാമം ചൊല്ലിക്കോളും. നിങ്ങളുടെ നാവുമെന്നല്ലേ ആ നാമം വരുന്നത്. അവിടെ കൃഷ്ണേട്ടനെ വിളിച്ചാൽ മതി, ഇട്ടാൽ തുടങ്ങും കൃഷ്ണ 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 പറഞ്ഞ് തുടങ്ങും. മതി, കൃഷ്ണ 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 പറഞ്ഞാൽ മതി. പരിഹസിച്ചിട്ട് ചെല്ലിയാലും മതി. അങ്ങനെയാവാം. മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് നാമം ചെല്ലണം, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ കാര്യം നോക്കണ്ടേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയി നാമം ചെല്ലണം. ഏതു ദിക്കിലിരിക്കലും തന്നെ നാവ് കൊണ്ടിതു ചൊല്ലി എന്നാകിലും, അവനവൻ്റെ നാവ് കൊണ്ട് അതൊന്ന് ചെല്ലുക. എവിടെ ഇരുന്നാലും ശരി, എവിടെ ഇരിക്കണ വെച്ചാൽ അവിടെ ഇരുന്നിട്ട്. അതുമല്ലൊരു നേരത്തൊരു ദിനം ചെവി കൊണ്ടതു കേട്ടു എന്നാകിലും. ഇനിയിപ്പോൾ നാവുകൊണ്ട് ചെല്ലാൻ പറ്റിയില്ലേ ഇതെനിക്ക്? ഭയങ്കര ബിസിയാണോ, വാചാലനാണോ, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മറ്റവൻ്റെ കഴുത്തിറക്കാനുള്ള വാക്കുകളും പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ ബിസിയാണോ? എന്നാൽ ആരെങ്കിലും നാമം ചെല്ലുന്നത് കേക്ക് ഒന്ന് പോയിട്ട്. അടുത്തുള്ള കൃഷ്ണൻകുട്ടിയാർ ദിവസേന സന്ധ്യയ്ക്ക് നാമം ചെല്ലുക. അതൊന്നും അങ്ങോട്ട് ചെവി കൂർപ്പിച്ച് വയ്ക്കുക. അതുമല്ലൊരു ഒരു ദിനം ചെവി കൊണ്ടിതു കേട്ടു എന്നാകിലും. ചെവി കൊണ്ട് കേട്ടായാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ എന്താ പറ്റുക? ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി, ബ്രഹ്മസായുജ്യം കിട്ടുമെന്നല്ലഹോ. ഇതല്ലേ ശ്രീധരാചാര്യനും മറ്റേ എന്താ പറയുക, ബാദരായണനും ഒക്കെ പറഞ്ഞേക്കണ. ഭഗവത്ഗീത തന്നെ പറഞ്ഞേക്കണ. അതുകൊണ്ട് ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവിൻ. അപ്പോൾ നിങ്ങൾ ഭഗവാന്റെ ദൃഷ്ടിക്കും പോണ്ട, ഭഗവാന്റെ കൃപയ്ക്കും പോണ്ട, രണ്ടിനും പോണ്ട. രണ്ടിനും നിങ്ങൾ പോണ്ട. ദൃഷ്ടിക്കും പോണ്ട, ഒന്നും പോണ്ട. അത് പൂന്താനം പറഞ്ഞതാണ്. ഹരിനാമ കീർത്തനത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? ഇതേ ഇഷ്യൂ തന്നെ. തുഞ്ചത്തെഴുത്തച്ഛൻ, ഓർമ്മയുണ്ടോ ആ ശ്ലോകം? ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവക ഉള്ളൊരു കാലം ഉടനെന്നാകിലും മനസ്സി. ഉള്ളിൽ നിങ്ങൾക്ക് മതവും മാത്സര്യവും ഒക്കെ ഉണ്ടാവും. ഒക്കെ സാധാരണ സ്വഭാവമാണ് മനുഷ്യൻ്റെ. അതൊന്നും കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. അതൊക്കെ നിങ്ങൾ വെച്ചോളൂ മനസ്സിൽ. ഒരു ഭാഗത്ത് മൂട്ട കെട്ടി അവിടെ വെച്ചോളൂ. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവക ഉള്ളൊരു കാലം ഉടനെന്നാകിലും മനസ്സി. എന്നൊക്കെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ചൊല്ലുന്നതാരു തിരുനാമങ്ങൾ എന്നവന് നല്ലു ഗതിക്കു വഴി നാരായണായ നമ. മതവും മാത്സര്യവും ക്രോധവും ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഞാനൊക്കെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഞാൻ നാമം ചൊല്ലിയാൽ നേരെയാവോ? നേരെയാവൂടോ. അതൊക്കെ ഉണ്ടായിക്കോട്ടെ എനിക്ക്, എന്നാലും ഒരു നാമം ചൊല്ല്. അങ്ങനെയാണ് ഇവർ പറയുന്നത്. നമുക്കത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വിശ്വസിക്കാം. നമുക്ക് നാമം ചൊല്ലേ വേണ്ടു, രണ്ടും വരും. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശു കെടും, വ്യസനങ്ങൾ തീരും. നാമം ജപിച്ചാൽ മതി. നാമജപത്തിൻ്റെ പവറ് എൻ്റെ കൂട്ടരെ ചില്ലറയൊന്നുമല്ല. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല, അത് അനുഭവിച്ച് അറിയണം. ദ പവർ ഓഫ് പ്രയർ അനുഭവിച്ചറിയണത്. ആത്മാർത്ഥമായിട്ടുള്ള പവർ, പ്രയറിൻ്റെ പിന്നിലുള്ള പവറുണ്ടല്ലോ, അത് നിങ്ങളുടെ പ്രശ്നങ്ങളെ മുഴുവൻ തരിപ്പണാക്കാൻ പറ്റുന്ന പവറാണ് അതിനുള്ളത്. പക്ഷേ
മനോഭാവം ആത്മാർത്ഥത്തോടു കൂടി ചെല്ലണം, വിശ്വാസത്തോടു കൂടി ചെല്ലണം. ഈശ്വര വിശ്വാസമല്ല, ഈശ്വരനിൽ വിശ്വാസം വേണം. കേൾക്കും ഭഗവാൻ എന്നുള്ളൊരു വിശ്വാസം വേണം. അല്ലാണ്ട് മെക്കാനിക്കലായിട്ട് 6 ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് 6 മണിക്ക് അവിടെ 6:30 അങ്ങോട്ട് പോയിട്ട് 6:35 എന്ത് 34 ആയിട്ടുള്ളൂ, ഒരു മിനിറ്റ് കൂടി ഉണ്ടല്ലേ, എൻ്റെ കോട്ടയൊക്കെ ഇട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരിക. അങ്ങനെയല്ല, ആത്മാർത്ഥതയോടു കൂടി ചെല്ലണം. സിൻസിയറിറ്റി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഭഗവാൻ അതാ വേണ്ടത്. അതല്ലേ എന്ത് കൊടുത്താലും സ്വീകരിക്കുന്ന പറയണത്. ഭക്തിയാ പ്രയശ്ചതി, ഭക്തി കൊണ്ട് കൂടി കൊടുക്കണം. അപ്പം ഈ നാമജപം ശീലിച്ചാൽ ഭഗവാന്റെ കൃപയും കിട്ടും, കടാക്ഷവും കിട്ടും. അപ്പോൾ മനസ്സിലായില്ലേ അതിനുള്ള എളുപ്പവഴി? കൃപയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കൃപയ്ക്ക് ചോദിച്ചാൽ ക്യൂവിൽ നിന്നാൽ പറയാം എവിടെ കടാക്ഷത്തിൻ്റെ കാർഡാന്ന് ചോദിക്കും. കടാക്ഷം വേണമെന്നുകൊണ്ട് നിന്നാൽ കൃപയുടെ കാർഡ് എവിടെയാണ് ചോദിക്കും. എന്തുണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഈ വഴി കൂടെ ഇങ്ങോട്ട് പോയാൽ അത് രണ്ടും കയ്യിൽ കിട്ടും. അതാണ് എളുപ്പവഴി എന്ന് പറയുന്നത്. നാമജപം എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. മറ്റുള്ള വഴിക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല എന്ന് ഭഗവാന് കണ്ടറിയാം. അതുകൊണ്ടാണ് സ്മൃതി ഇങ്ങനെ പറയുന്നത്. കലികാലത്ത് നാമജപത്തിൻ്റെ അത്ര മഹിമ വേറെ ഒന്നിനുമില്ല എന്ന് പറയുന്നത്. യാഗവും യജ്ഞവും പൂജയും ഒന്നും നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാൻ സാധിക്കില്ല. വിജയവണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാട്ടി കൂട്ടിയിട്ട് അയാൾ ആ ഹോമം ചെയ്യിച്ചു, ഈ ഹോമം ചെയ്യിച്ചു, മറ്റേ പൂജ ചെയ്യിച്ചു, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്നല്ലാണ്ട് അതിൻ്റെ ഫലം കിട്ടില്ല. അതുപോലെ വിജയവണ്ണം നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല കുട്ടികളെ. അതുകൊണ്ട് നിങ്ങളിത് തൽക്കാലം എന്ത് ചെയ്താൽ മതി, നാമജപം ജപിച്ചാൽ മതി. അത് നിങ്ങളുടെ നാവല്ലേ, ഉറക്ക ഒച്ചത്തിൽ ലൗഡ് സ്പീക്കർ പോലെ ചെല്ലുമെന്ന് വേണ്ട, നല്ല മനസ്സിൽ ചെല്ലിയാലും മതി. നോക്കൂ, ചെല്ലാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും ചെല്ലണത് അടുത്തിരുന്ന് കേട്ടാലും മതി. പരിഹസിച്ചിട്ട് ചെല്ലിയാലും വിരോധമില്ല, വേറെ ആർക്കാനും വേണ്ടി ചെല്ലുകയാണെങ്കിലും വിരോധമില്ല. മനസ്സിലായോ? ഇപ്പം എന്താ വേണ്ടത്? നാം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അറിയാത്തവർക്ക് വേറൊരാളെ കൊണ്ട് ചെല്ലിപ്പിക്കാം, അടുത്തിരുന്ന് കേൾക്കാം. മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെ എന്താ പറയുക, സഹായങ്ങൾ നമുക്ക് ഭഗവാൻ ചെയ്തു തരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ സാക്ഷാത്കരിക്കാൻ. എങ്ങനെയെങ്കിലും ഒന്ന് ആ ഉണ്ണിമായ ഒന്ന് മാറ്റി കിട്ടട്ടെ അവിടുന്ന്. എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടി ഒന്ന് അവരിൽ പതിയട്ടെ. എന്തൊക്കെ ചെയ്താലേ ഈ മായ മാറുക നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, കൃപയും കിട്ടും, കടാക്ഷവും കിട്ടും. കാരണം എല്ലായ്പ്പോഴും സ്മരിക്കുന്നവരെ ഉദ്ധരിക്കുന്നു ഭഗവാൻ. നാമം ചെല്ലുമ്പോൾ നമ്മൾ സ്മരിക്കല്ലേ ചെയ്യണത്? എപ്പൊക്കെ നമ്മൾ നാമം ചെല്ലണം അപ്പൊക്കെ ഭഗവാനെ സ്മരിക്കല്ലേ ചെയ്യണം, ആത്മാർത്ഥമായ നാമാണെങ്കിൽ, അല്ലേ? എപ്പോഴും മനസ്സിൽ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ നാരായണ 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 തമ്പുരിങ്ങനെ മീട്ടി വന്നോട്ടെ. എന്തായാലും ബുദ്ധിമുട്ട്. ബസ്സിൽ പോവുകയാണെങ്കിലും ശരി, കാറിൽ പോവുകയാണെങ്കിലും ശരി, ട്രെയിനിലായാലും ശരി, ഫ്ലൈറ്റിലായാലും ശരി, ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ നാരായണ 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 ഒരു മ്യൂസിക് നമുക്കുള്ളിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുക. എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ കാപ്പി കുടിക്കുക, ചായ കുടിക്കുക, ഭക്ഷണം കഴിക്കുക, വേറൊരാളെ കുത്തിക്കൊല്ലുക, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഇതൊക്കെ ചെയ്യണ നേരത്തെ ഉള്ളിൽ കൂടെ ഒരു തമ്പുരു മീറ്റിക്കൂടെ നാരായണ എന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ നമ്മൾ ഭഗവാനെ സ്മരിക്കുക ചെയ്യണത്. എന്ത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചിട്ടാണ് ചെയ്യണമെന്നുള്ളൊരു ഒരു പ്രക്രിയയും വന്നു. അവിടെ ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യാമെന്നുള്ളൊരു പ്രക്രിയയും വന്നു. അവിടെ നിങ്ങൾക്ക് അഹങ്കാരത്തിനും അപകാരത്തിനും ഒരു വിലയില്ല. കാരണം പിന്നാമ്പുറത്ത് നിൽക്കുന്നത് പവർഫുള്ളായിട്ടുള്ള നാമാണ്. അപ്പോൾ അതിന് വാസനകളെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നല്ല കർമ്മയോഗിയായിട്ട് നിങ്ങൾ മാറും നാമം ചൊല്ലിയിട്ട് കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ ഭഗവാനെ എപ്പോഴും സ്മരിക്കുമ്പോൾ ഭഗവാനെ ഉദ്ധരിക്കാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളുടെ അന്ധകരണത്തിലെ അവിദ്യ എന്ന് പറയുന്ന വാസനകളൊക്കെ, അതിൻ്റെ കടും കെട്ടുകളൊക്കെ ഒന്ന് അയയും. ഇന്നിപ്പോൾ നമ്മൾ വളരെ റിജിഡാണ്. ഐ ഐ ഐ ഐ വോണ്ട് മൈ ഫാമിലി, മൈ
ഇതിങ്ങനെ ഭയങ്കര ഉണ്ടാകുമോ, ഊരാൻ കൊടുക്കാണ്, കുട്ടിക്ക് കുട്ടിക്ക് കെട്ടി 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 ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. അതൊക്കെ കാലക്രമേണ മനസ്സിൽ വികസിപ്പിച്ച് വികസിപ്പിച്ച് വികസിപ്പിച്ചെടുക്കുമ്പോൾ അവിദ്യാവാസനകൾ ഉണ്ടാക്കുന്ന കടുങ്കെട്ടുകളെല്ലാം പൊട്ടിപ്പോണു. എല്ലാ സംശയങ്ങളും ദൂരീകരിക്കണു. എങ്ങനെയപ്പോൾ ഇതൊക്കെ നിന്ന് കുളിർ പുറത്ത് ചാടണാവോ? ഭഗവാൻ നമ്മളെയൊക്കെ കണ്ടാൽ അറിയോ? പാവം, ഞാൻ എന്തൊക്കെ വാക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊക്കെ നമ്മളുടെ പ്രവൃത്തിയും ഇതായിട്ടും എല്ലാം എന്തൊക്കെയാണ് വ്യത്യാസം? കണ്ടാൽ നമ്മളൊന്നും അറിയില്ല, തിരിച്ചറിയില്ല. അപ്പോൾ അഡ്രസ്സ് കൊടുത്താൽ തന്നെ പറയും ഓർമ്മയില്ലല്ലോ, എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ, അത്രയേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെയൊക്കെ ആവുമോ? എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. എല്ലാ കർമ്മങ്ങളും ക്ഷയിക്കും. എല്ലാ കർമ്മഫലങ്ങളും ക്ഷയിച്ചു പൊക്കോളും ഈ നാമജപത്തിൽ, അതിൻ്റെ ചൂടിൽ എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. നമ്മൾ പറയുന്നതല്ല, ഉപനിഷത്തുകൾ പറയുന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഭൃദ്യതേ ഹൃദയഗ്രന്ഥി. ഛിദ്യതേ സർവസംശയ, ക്ഷീയതേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ഭഗവാന്റെ അഭാവം നമ്മൾ മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ തസ്മിൻ ദൃഷ്ടേ പരാവരേ, ആ ഭഗവാന്റെ ധ്യാനം നമുക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ധ്യാനിക്കണ്ട, ഭഗവാന്റെ സ്വരൂപം നമ്മുടെ മനസ്സിൽ വന്നാൽ മതി. അതാ പറഞ്ഞത് തസ്മിൻ ദൃഷ്ടേ പരാവരേ. ഭഗവാന്റെ ആ വിഭൂതികളും ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ, അതറിയുന്നതോടെ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥി പൊട്ടുന്നു. ഗ്രന്ഥി മീൻസ് കയറുകൾ, അത് പൊട്ടുന്നു. ഛിദ്യതേ സർവസംശയ, എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നു. ഒരു സംശയവും ഇല്ല. പിന്നെ അവിടെ ഞാനും ഭഗവാനും മാത്രമേ ഉള്ളൂ, സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. ക്ഷീയതേ ചാസ്യ കർമാണി, എല്ലാ കർമ്മഫലങ്ങളും നശിക്കുന്നു. കാരണം ഭഗവാനായിട്ടുള്ള സംസർഗം നമുക്ക് ഉണ്ടായി കഴിഞ്ഞു. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ ജ്ഞാനാഗ്നി ദഗ്ധകർമാണാം ഒക്കെ പറഞ്ഞു. എല്ലാ കർമ്മങ്ങളും അവിടെ അവസാനിക്കും. അതുകൊണ്ടല്ലേ ഉടലോടുകൂടി മൂപ്പനങ്ങൾ എടുത്തുകൊണ്ട് പോയത് പൂന്താനത്തിന്. എന്തെല്ലാം ഇട്ട് കളിപ്പിച്ചു ഇവിടെ, ചക്രശ്വാസം കുടിപ്പിച്ചില്ലേ. എന്നിട്ട് അവസാനം എന്തായി? അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന് കിട്ടി. എഴുത്തച്ഛൻ്റെയും കഥ തന്നെ. അപ്പോൾ നാമങ്ങൾക്ക് സാമാന്യമായ പവറുണ്ട്. അതുകൊണ്ട് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ മതി, പിന്നെ നിങ്ങൾ വേറെ യാതൊന്നും നിങ്ങൾ നോക്കേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പ്രത്യേകിച്ച് ആചാര്യന്മാരൊക്കെ അങ്ങനെ എടുത്തു പറയാൻ കാരണം. ശുഭേക്ഷണ എന്നുള്ളൊരു എന്താ പറയുക പ്രക്രിയ നമുക്ക് കിട്ടണമെങ്കിൽ, ശുഭേക്ഷണ കിട്ടണമെങ്കിൽ, ശുഭമായിട്ടുള്ള ഈക്ഷണം കിട്ടണമെങ്കിൽ, ഭഗവാന്റെ കൃപയും ഭഗവാന്റെ കടാക്ഷവും രണ്ടും ലഭിക്കണമെങ്കിൽ, അത് രണ്ടിൻ്റെയും പിന്നാലെ പോകാതെ നാമജപത്തിലൂടെ അങ്ങോട്ട് പോവുക. അത് പോയി കഴിഞ്ഞാൽ രണ്ടും കിട്ടും, രണ്ടിൻ്റെയും ഫലം കിട്ടും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുന്ന വഴികളുമില്ല. നമ്മളാലാവാത്ത നാമജപമില്ലാവാത്ത കാര്യമാണോ? നാമജപം ആവാത്തതാണോ? എന്തുകൊണ്ട് പിന്നെ നമ്മൾ ശ്രമിക്കാത്തത്? അഹമ്മതിയല്ലേ? പറയൂ. ഇതിനാണ് അഹമ്മതി എന്ന് പറയുന്നത്. ശരിക്കും അഹമ്മതി എന്ന് പറയുന്നത് ഇതാണ്. വളരെ ലളിതമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പിന്നെ ഈ ചളിക്കുണ്ടിലും യന്ത്രവിജ്ഞാനിലും കിടന്ന് മറയെന്ന് പറഞ്ഞാൽ എന്താ അഹമ്മതി അല്ലേ? അതൊക്കെ ഒന്ന് വിടുക. ആ ചിന്തകളൊക്കെ ഒന്ന് വിട്ടിട്ട് വേറെ ഒന്നും വേണ്ട, വേറെ എങ്ങോട്ടും പോകണ്ട, നിങ്ങൾ എവിടെയും പോകണ്ട. ഇതേ കർമ്മം, നിങ്ങളുടെ കർമ്മ ഫീൽഡ് വിടണ്ട, ചെയ്യുന്ന കർമ്മങ്ങൾ മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. നിങ്ങളെ തന്നെത്താൻ സ്വയം ഭഗവാൻ മാറ്റിക്കോളും. നിന്നു കൊടുത്താൽ മതി. ഈ കാറൊക്കെ വാഷിങ്ങിന് പോയില്ലേ, നമ്മൾ കുളിക്കുമ്പോൾ ഷവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് ഇങ്ങനെ തിരിയണം അല്ലേ? സോപ്പൊക്കെ മേത്ത് തേച്ചിട്ട് റൈറ്റ് ഹാൻഡിൽ ആദ്യം സോപ്പ് തേക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ഹാൻഡിൽ സോപ്പ് എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വലത്തെ ഭാഗം തുടയ്ക്കുക, അത് കഴിഞ്ഞാൽ പുറം തുടയ്ക്കുക, അത് കഴിഞ്ഞാൽ കാല് ഒക്കെ നമ്മളിങ്ങനെ മൂവ് ചെയ്യണ്ടേ?
നേരെ മറിച്ച് ഒരു കാറ് വാഷിന് കയറ്റിയാലോ, ആ കാറ് അങ്ങനെ നിൽക്കല്ലേ ഉള്ളൂ, കാറ് തിരിയില്ലല്ലോ. കാറിൻ്റെ നാല് പുറം വന്നിട്ട് ആൾക്കാരിങ്ങനെ വെള്ളമടിച്ചോളും, കാറൊന്നും ചെയ്യില്ല, അനങ്ങാണ്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ നാമം ചെല്ലുമ്പോൾ അനങ്ങാണ്ട് അവിടെ നിന്ന് കൊടുത്താൽ മതി. എല്ലാ ഗ്രന്ഥികളും ഭഗവാൻ പൊട്ടിച്ചോളും, എല്ലാ സംശയങ്ങളും ഭഗവാൻ തീർത്തോളും, എല്ലാ കർമ്മങ്ങളും ഭഗവാൻ നശിപ്പിച്ചോളും. നിന്നിടത്ത് നിന്നാൽ മതി. ഇതൊരു സുഖ, ഒരു പ്രയത്നവും വേണ്ട. ഒന്ന് ശ്രമിച്ചു നോക്കുമോ? ഇതിപ്പോൾ ഇതൊരു വലിയ ചിലവൊന്നുമില്ലല്ലോ. ആ ഇൻട്രോസ്പെക്ഷൻ്റെ കൂടെ ഇതൊന്ന് ശ്രമിച്ചു നോക്കുമോ? ഇത്രയൊക്കെയല്ലോ ബുദ്ധിമുട്ടുള്ളൂ. ആ, യാതൊരു ബുദ്ധിമുട്ടില്ല. മേലനങ്ങാത്ത പണി എന്നൊക്കെ പറയില്ല നമ്മൾ. മേലനങ്ങണ്ട, ഓരോ രോമകൂപങ്ങളും ഭഗവാൻ ക്ലീൻ ചെയ്ത് തരും. ഒരു ചളി, ഒരു വാസന ഉണ്ടാവില്ല എവിടെയും. അതാണ് നാമജപം, മനസ്സിലായോ? അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കിതൊക്കെ ട്രയൽ ആൻഡ് എററല്ലേ നമുക്ക്. ഏതാണ് നമുക്ക് പറ്റുന്ന വെച്ചാൽ ആ വഴി കൂടെ പോവുക. പല വഴികളും ഉണ്ട്, അതിൽ ഓരോരോ വഴികളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണം. 1000 വഴിയുണ്ട്. 1000 ways to the transcendental എന്നാണ് സ്വാമിജി ഇതിന് പറഞ്ഞിരിക്കുന്നത്. സഹസ്രനാമത്തിന് 1000 വഴികളാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ 1000 നാമങ്ങൾ ഈ ഇഷ്ടമുള്ള വഴി കൂടെ പോവാം, മനസ്സിലായോ? അപ്പോൾ അതാണ് ശുഭേക്ഷണ. അടുത്ത നാമം 394 രാമ. രാമ എന്നുള്ളതിന് 2-3 അർത്ഥം വ്യാഖ്യാതാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. ഏതൊരുവനിൽ രമിക്കുന്നു അവൻ രാമൻ. ആരിലാണോ നമ്മൾ രമിക്കുന്നത് അവൻ രാമൻ. ശ്രീരാമാവതാരം കൊണ്ട് ജനങ്ങളെ ആനന്ദത്തിൽ ആറാടിച്ചവൻ ആ ഒരു രാമൻ, സാക്ഷാൽ സീതാരാമൻ. പിന്നെ പരശുരാമൻ, ബലരാമൻ, ഇവരും രാമന്മാർ തന്നെയാണ്. അങ്ങനെ ഈ 3 വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് രാമൻ എന്ന് വെച്ചാൽ പരശുരാമനും ശ്രീരാമനും ബലരാമനും റെഫർ ചെയ്യും, ശ്രീരാമനും റെഫർ ചെയ്യും. പിന്നെ ജനറലായിട്ട് പറഞ്ഞാൽ ആരാണോ നമ്മളെ രമിപ്പിക്കുന്നത് അവൻ രാമൻ. അങ്ങനെ നോക്കിയാൽ കൃഷ്ണനും രാമൻ തന്നെയാണ്, അല്ലേ? എന്താ പറയുക, ഹിരണ്യകശിപും എന്താ പറയുക, മറ്റേ നരസിംഹവും രാമൻ തന്നെയാണ്. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ, നമ്മളെ രമിപ്പിക്കുന്നവരൊക്കെ രാമന്മാരാ, അല്ലേ? ശാപ്പാട്ട് രാമൻ എന്ന് പറഞ്ഞാൽ ആ ശാപ്പാട്ടിൽ രമിക്കുന്നവൻ ശാപ്പാട്ട് രാമൻ. അപ്പം എന്താണോ നമ്മളെ രമിപ്പിക്കുന്നത് അതാണ് രാമൻ. സമാധി സ്ഥിതിയിൽ യോഗികളും മുനിവര്യന്മാരും അവസ്ഥാത്രയങ്ങൾ വിട്ട്, അവസ്ഥാത്രയങ്ങൾ മീൻസ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥ വിട്ട് തുരീയ അവസ്ഥയിൽ പരമ ആഹ്ലാദം ബോധപൂർവം അനുഭവിക്കുക. ബോധപൂർവം നമ്മളും ആ തുരീയ അവസ്ഥയിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വേഗം തിരിച്ചു വരുന്നു, തുരീയത്തിലേക്ക് എത്തുന്നില്ല. ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അതുവരെ നമുക്ക് പെർമിഷൻ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് നോ എൻട്രി. ഈ മനസ്സിനും ഈ ശരീരത്തിനും ഈ ബുദ്ധിക്കും അവിടെ നിന്ന് അങ്ങോട്ട് എൻട്രി ഇല്ല, മനസ്സിലായില്ലേ? ശരീരത്തിന് എങ്ങനെയായാലും ഇല്ല, അന്ധകരണത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് എൻട്രി ഇല്ല. ഡീപ്പ് സ്ലീപ്പ് വരെ ഉള്ളൂ. അതുകൊണ്ടാണ് ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നത്. ആ വ്യക്തി തന്നെയാണ് തിരിച്ചു വരുന്നത്. യോഗികൾ അനുഭവിക്കുന്നത് തുരീയാവസ്ഥയാണ്. ജീവിച്ചിരിക്കുമ്പോഴും തുരീയാവസ്ഥ അവർ അനുഭവിക്കുന്നത്. ആ അവസ്ഥ അവർ പെർമനൻ്റായിട്ട് അനുഭവിക്കുന്നവരാണ്, ബോധപൂർവം, സാന്ദ്രാനന്ദാവബോധം. ആ ആനന്ദത്തിൽ ദേ ആർ റെവലിങ്. ആ ആനന്ദത്തിൽ അവർ ആറാടുകയാണ്. അതുകൊണ്ട് ആ പ്രക്രിയയെ അതിന് രാമ എന്ന് വിളിക്കുന്നു. പത്മപുരാണം വളരെ സ്പഷ്ടമായിട്ട് ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രാമ എന്നുള്ളത്. രമന്തേ യോഗിനാനന്ദേ നിത്യാനന്ദേ ചിദാത്മനി ഇതി രാമപദേനൈതത് പരം ബ്രഹ്മഭിധീയതേ. എന്നുവെച്ചാൽ നിത്യ ആനന്ദ സ്വരൂപമായിരിക്കുന്ന ഏതൊരു ചിദാത്മാവിലാണോ യോഗികൾ രമിക്കുന്നത് ആ ബ്രഹ്മം രാമ എന്ന നാമത്താൽ വ്യവഹരിക്കപ്പെടുന്നു. രമന്തേ യോഗിനാമന്ദേ
നിത്യാനന്ദേ ചിതാത്മന, നിത്യസ്വരൂപനായും ചിതാത്മസ്വരൂപനായും ഇരിക്കുന്നതിൽ യോഗികൾ രമിക്കുന്നത് കൊണ്ട് ഇത് രാമപദേനൈതത് പരം ബ്രഹ്മാഭിധീയതേ, ആ ബ്രഹ്മത്തിനെ രാമ എന്ന നാമത്താൽ വ്യവഹരിക്കുന്നു. ആ തുര്യാവസ്ഥയെ രാമ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ വേറൊരു ദൃഷ്ടികോണിൽ നമ്മൾ നോക്കിയാൽ എവിടെയാണോ, ശ്രദ്ധിക്കണേ, എവിടെയാണോ എപ്പോഴാണോ അനാശ്രിതമായിട്ടുള്ള ആനന്ദം നമ്മൾ അനുഭവിക്കുന്നത്, എവിടെയായാലും എപ്പോഴായാലും അന്യാശ്രയമില്ലാതെ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ആനന്ദം അനുഭവിക്കുന്ന സ്ഥിതിക്ക് രാമ എന്നാണ് പേര്. wherever or whenever we experience a joy which is independent of external happenings, a happiness that is independent of external happenings, peace that passeth all understanding, അതാണ് ബൈബിളിൽ പറയില്ലേ, the peace that passeth all understanding. ഇന്ദ്രിയഗോചരങ്ങൾക്ക് ലഭിക്കാൻ പറ്റാത്ത ഒരാനന്ദം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവസ്ഥയ്ക്ക് രാമ എന്ന് പറയുന്നു. അത് എപ്പോഴായാലും ശരി, എവിടെയായാലും ശരി. ഈ രാമ എന്നുള്ള രണ്ടക്ഷരത്തിന് അനേക വ്യാപ്തിയുള്ള അർത്ഥങ്ങളുണ്ട്. അത് വിവരിക്കുക വളരെ പ്രയാസമാണ്. അപ്പോൾ അതിനൊന്നും സമയം കിട്ടില്ല. നമ്മുടെ സന്ദർഭം അതല്ല. നമുക്ക് വേറൊരു സമയത്ത് ആവശ്യം വരുമ്പോൾ നമുക്ക് പറയാം. രാമ എന്നുള്ള രണ്ട് വാക്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേഷൻ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രത്തിൽ നിന്നും ഓം നമോ ശിവായ എന്നുള്ള മന്ത്രത്തിൽ നിന്നും രാനും മാന്നും എടുത്തതാണ്. അങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. രാ എന്ന് പറഞ്ഞ് വായ തുറന്നാൽ ഉള്ള പാപങ്ങളൊക്കെ പുറത്തു പോകും. മാ എന്ന് വായ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പാപങ്ങളൊന്നും അകത്ത് കിടക്കില്ല. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ രാമ എന്നുള്ളതിനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഒരു സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറ്റുമെങ്കിൽ ആവശ്യം വരിക എന്നുണ്ടെങ്കിൽ അപ്പോൾ കാണും. ഇപ്പോൾ നമുക്ക് രാമ എന്നുള്ള വാക്കിൻ്റെ സഹസ്രനാമത്തിനെ സംബന്ധിച്ച് നമുക്ക് അറിയണ്ടോ. അപ്പോൾ സഹസ്രനാമത്തിലെ വിഷ്ണുവിൻ്റെ നാമമാണ് രാമൻ. അതെന്താ? ഒന്ന്, രാമൻ അവതാരം എടുത്തത്, പരശുരാമൻ അവതാരം എടുത്തത്, ബലരാമൻ അവതാരം എടുത്തത് ആരാമന്മാർ. വേറൊന്ന് യാ ഇത് രമതേ ഇത് രാമ, ഏതിലാണോ നമ്മൾ രമിക്കപ്പെടുന്നത് അത് രാമ. അപ്പം പരബ്രഹ്മം രാമ എന്ന ശബ്ദത്താൽ വ്യവഹരിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. പരബ്രഹ്മ സ്വരൂപത്തിനെ, അഥവാ നമ്മൾ വിഷ്ണു എന്ന് പറയുന്ന ആ സ്വരൂപത്തിനെ, പരബ്രഹ്മത്തിനെ രാമ എന്നുള്ളൊരു പേരോടുകൂടി അറിയപ്പെടുന്നു. അതെന്താ കാരണം? അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സാന്ദ്രാനന്ദമാണ്. ആ ബ്രഹ്മവിഭൂതിയിൽ നിന്ന്, ആ ബ്രഹ്മ അനുഭൂതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സദാ ആനന്ദമാണ്. അപ്പോൾ ആ ആനന്ദം നമ്മൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ, വേറെ ബാഹ്യമായ ചുറ്റുപാടുകളുടെയും വ്യക്തികളുടെയും എന്താ പറയുക, വികാരങ്ങളുടെയും യാതൊരു പ്രേരണയില്ലാതെ ഒരു ശാന്തി നമ്മൾ അനുഭവിക്കുന്നുവോ ആ അവസ്ഥയ്ക്കാണ് നമ്മൾ രാമ, ആ അവസ്ഥ രാമ എന്നാണ് പറയുക. ആ അവസ്ഥയാണല്ലോ തുര്യാവസ്ഥ. അപ്പോൾ ഈ സന്ദർഭത്തിൽ രാമ എന്നുള്ള വാക്കിനെ രമിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം മാത്രം നമ്മൾ കണ്ടാൽ മതി. രാമ മീൻസ് രമിപ്പിക്കുന്നവൾ. ആരാണ് നമ്മളെ രമിപ്പിക്കുന്നത്? അവൻ രാമൻ. ആ അർത്ഥം നമ്മൾ ഇവിടെ കണ്ടാൽ മതി. അത്രയും പറഞ്ഞിട്ട് നമുക്ക് ഈ രാമ എന്നുള്ള നാമം ക്ലോസ് ചെയ്യാം. ലളിതാ സഹസ്രനാമത്തിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ, ഈ രാമം വരുന്നുണ്ട്, രാമ എന്നുള്ള നാമം വരുന്നുണ്ട്. രാമ രമണലംബടാ, ഓർമ്മയില്ലേ ശ്ലോകം? രാമ രമണലംബടാ, മുനിമാരിൽ ആനന്ദം ജനിപ്പിക്കുന്നവൾ എന്നർത്ഥം. ജനിപ്പിക്കുന്നവൻ, അവിടെ ജനിപ്പിക്കുന്നവൾ. രാമ ആനന്ദം ജനിപ്പിക്കുന്നവൾ.
അതന്നെ അർത്ഥം പറയും. അവിടെ ദേവിയുടെ നാമം രാമ എന്നായിട്ടല്ല. ദേവിക്ക് അങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്. രമിപ്പിക്കാൻ പറ്റുന്നൊരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ദേവിയെ രാമ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അടുത്തത് വിരാമ. വിരാമ മീൻസ് ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ്. വിരാമ ഫുൾ സ്റ്റോപ്പ്. ആരിൽ എന്തെങ്കിലും അവസാനിക്കുന്നുവോ അവൻ വിരാമൻ, അതിൻ്റെ വിരാമൻ. പിന്നീട് അങ്ങോട്ട് പ്രോസസ്സൊന്നുമില്ല. മോക്ഷസ്ഥാനം എന്നർത്ഥം. അൾട്ടിമേറ്റ്, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അതുവരെ അങ്ങനെ പാമ്പും എഴഞ്ഞ് പോണ പോലെ അങ്ങനെ എഴഞ്ഞ് പോവാം. അവിടെ ചെന്നാൽ പിന്നെ നിർത്തില്ല, അപ്പുറത്തേക്ക് പോകാൻ വഴിയില്ല. അവസാനിക്കുന്നത് ആരിലാണോ അവൻ വിരാമ. സമസ്ത ഭൂതജാലങ്ങളും ലയിക്കുന്ന സ്ഥാനമാകയാൽ വിരാമം എന്ന് പറയണു പിന്നെ പരബ്രഹ്മത്തിന്, അല്ലെങ്കിൽ ഭഗവാന്, മഹാവിഷ്ണുവിന്. എല്ലാ സൃഷ്ടികളും സൂക്ഷ്മ സ്വരൂപത്തിൽ എവിടെ ചെന്ന് അവസാനിക്കേണ്ടത്? ഭഗവാനിൽ തന്നെ. അപ്പോൾ ഭഗവാൻ വിരാമല്ലേ? അവിടുന്ന് അങ്ങോട്ട് പ്രയാണം ഇല്ലല്ലോ. അവിടെ ദി റോഡ് എൻഡ് ഹിയർ, ദി ബക്ക് സ്റ്റോപ്സ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വയ്ക്കാറില്ലേ? ദി എൻഡ്. അവിടുന്ന് അങ്ങോട്ട് ഇല്ല. അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അപ്പുറത്ത് വേറൊന്നുമില്ല. ഈസ് വൺ വിത്തൗട്ട് എ ബിയോണ്ട്. എൻ്റെ പിന്നിലൊന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടെന്ന് പറയാനില്ല. ദർ ഇസ് നത്തിങ് ദാറ്റ് സപ്പോർട്ട് ഹിം, ദർ ഈസ് നത്തിങ് ബിയോണ്ട് ഹിം. ഹി ഈസ് ദി അൾട്ടിമേറ്റ്. എല്ലാം അദ്ദേഹത്തിൽ അവസാനിക്കുന്നു. പുനരാവൃത്തി ഇല്ല എന്നർത്ഥം. രണ്ടാമത് പിന്നെ അങ്ങോട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ല. പിന്നെ പുനരാവൃത്തി ലയിച്ചു കഴിഞ്ഞാൽ, ടെമ്പററി ആയിട്ട് സ്റ്റോറേജിൽ വെച്ച് കഴിഞ്ഞാലത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞു. ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടെമ്പററി ആയിട്ട് ലയിക്കുന്നവരുണ്ടാവും. തൽക്കാലം അവർ ഒരു വെയർ ഹൗസിൽ വെച്ചിട്ട് അവരൊക്കെ പൂട്ടിയിട്ടിട്ട് സൂക്ഷ്മരൂപത്തിൽ സഞ്ചിയിലിട്ടിട്ടുണ്ടാവും. മറ്റവരെ അതൊക്കെ കഴിഞ്ഞ് ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനിൽ ലയിച്ചവരുണ്ടാവും. ഈ നാമജപമൊക്കെ നടത്തിയിട്ട് ജയിക്കുന്നവരില്ലേ, എല്ലാ ഹൃദയഗ്രന്ഥികളും പൊട്ടി സംശയങ്ങളൊക്കെ തീർന്ന് കർമ്മഫലങ്ങളൊക്കെ തീർന്നവരുണ്ടാവില്ലേ? അവരൊക്കെ സിദ്ധി കൂടുമ്പോൾ എന്താ ചെയ്യുക? അവരെ പിന്നെ കെട്ടിവയ്ക്കൊന്നുമില്ല. അവരെ പിന്നെ ആവാഹിച്ച് സൂക്ഷ്മരൂപത്തിലാക്കി കെട്ടിവയ്ക്കൊന്നും വേണ്ട. അവർക്ക് നേരെ അങ്ങോട്ട് അഡ്മിഷനാണ്. ഗ്രീൻ ചാനലാണ്, അതൊക്കെ നടന്നു പോവാം സ്ട്രൈറ്റ്. അവരുടെ കാര്യമാണ് പറയണത്. പുനരാവൃത്തിർഭവം പോകുന്നത്. പിന്നെ അവിടുന്ന് അപ്പുറത്തേക്ക് ഇല്ല എന്നർത്ഥം. യം പ്രാപ്യ നിവർത്തന്തേ തദ്ധാമപരമം മമ എന്നാണ് പറയുക ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ. യം പ്രാപ്യ നിവർത്തന്തേ തദ്ധാമപരമം മമ. നിവർത്തിയില്ല. there is no return. കൺട്രി ഫ്രം വെയർ നോ ട്രാവലർ റിട്ടേൺസ്. ഷേക്സ്പിയർ എഴുതിയിട്ടില്ലേ? നമ്മുടെ 15-ാം അധ്യായത്തിലില്ലേ, യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമപരമം മമ. 15-ാം അധ്യായത്തിൽ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ ഇതന്നെയാണ് പറയണത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടില്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടില്ല. ഉണ്ടോ? ഒരു ഉപ്പിൻ്റെ കട്ട ഒരു നൂലിൻ്റെ മുകളിൽ കോർത്തിട്ട് സമുദ്രത്തിൽ ഒന്ന് മുക്കി നോക്കുക, പിന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എങ്ങനെയാവും വരിക? ഇത് ബിക്കം വൺ വിത്ത് ദി ഓഷൻ. സമുദ്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നു ഉപ്പും കട്ട. പിന്നെ ഉപ്പും കട്ട എങ്ങനെയാണ് തിരിച്ചിങ്ങോട്ട് വരിക? അപ്പോൾ നമ്മളൊക്കെ ഉപ്പും കട്ടകളാണ്, ഉപ്പുകൂറ്റന്മാരാണ്. നമ്മളൊക്കെ ഉപ്പുകൂറ്റന്മാർ. ഒന്നും മുക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളങ്ങോട്ട് സമുദ്രത്തെ വെള്ളം കാണില്ല വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റ മുക്കൽ മുക്കിയാൽ മതി, പിന്നെ ഇങ്ങോട്ടില്ല. ന പുനരാവൃത്തിർഭവം പോന്നിതോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ആകപ്പാടെ പഠിച്ച പാഠം എന്താ വെച്ചാൽ, എന്തെന്നെ ആയിക്കോട്ടെ, ആരൊക്കെ ആയിക്കോട്ടെ, എവിടേക്ക് ആയിക്കോട്ടെ, എവിടെയായാലും കുഴപ്പമില്ല, നാമജപം വിടാണ്ട് മുറുക്കി പിടിച്ചോളുക. പണ്ടത്തെ ആൾക്കാർ യാത്ര പോകുമ്പോൾ എപ്പോഴും ഗ്രന്ഥം കയ്യിലുണ്ടാവും അല്ലേ?
ഗ്രന്ഥം ദൈവമഹാത്മ്യം കയ്യിലുണ്ടാവും. ഒരു ഉപദ്രവവും വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അവരുടെ. നല്ല കാര്യം. അതേപോലെ നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും നാമജപം മുറുക്കെ പിടിച്ചോളുക. എണ്ണമറ്റ തിരുനാമങ്ങളുണ്ട്. അതിൽ എത്രയോ ഉണ്ട് നാമങ്ങളല്ലേ. പ്ലെൻറ്റി പ്ലെൻറ്റി പ്ലെൻറ്റി. അതിലൊന്നു മതി. ഏതായാലും കുഴപ്പമില്ല. യേശു ആയാലും ശരി, മുഹമ്മദ് അലി ആയാലും ശരി, ആരുടെ പേരായാലും, കൃഷ്ണനായാലും ശരി, വിഷ്ണു ആയാലും ശരി, മുറുക്കെ പിടിച്ചോളുക. അതാണ് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു അറിവ് എന്ന് വേണം നമുക്ക് പറയാൻ. എനിക്കത് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളൊരു ഭാഗം. അതുകൊണ്ടാണ് ഞാൻ അത്രയും സമയമെടുത്ത് അതിനെക്കുറിച്ച് പറയാൻ കാരണം. നാമജപം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്, ഒരു പ്രത്യേക സിദ്ധി ലഭിക്കുന്ന ഒരു പ്രക്രിയയാണ്. എപ്പോഴാണ് കിട്ടുക, എന്നാൽ ഇപ്പോൾ എത്ര ദിവസം ഇരിക്കണം, അങ്ങനെ കണക്കൊന്നും ചോദിക്കരുത്. നോ അരിത്മെറ്റിക്സ്, നോ മാത്തമാറ്റിക്സ്. സിംപ്ലി ഡു. നിങ്ങളറിയാതെ ഓരോ കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. നല്ലതായാലും ശരി, ചീത്തയായാലും ശരി അനുഭവിക്കുക. അത് ഭഗവാന്റെ പ്രസാദമായിട്ട് എടുക്കുക. ദുഃഖിക്കേണ്ടി വരില്ല. പ്രസാദേ സർവ്വ ദുഃഖാനാം ഹാനിരസ്യോപജായത എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ നിർത്താം. അടുത്ത നാമം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.